എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഫ്രൈഡേ അല്ലേ, ഇപ്പൊ പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി. കാരണം അജേഷന് ഡ്യൂട്ടിക്ക് പോകണ്ട, 3 days അജേഷന് ലീവാണ് കേട്ടോ. അപ്പം വീട്ടിൽ നമുക്ക് സാധനം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തു വിടണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ കൂടുതൽ വേണ്ടേ, അപ്പം അങ്ങനെ ഉണ്ടാക്കും. ഇന്നിപ്പോൾ അധികം ഒന്നും ഉണ്ടാക്കണ്ട, എന്നാലും വേണമല്ലോ. സായിനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് ഞാൻ വന്നിട്ടാ. പിന്നെ ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ക്ലീനിങ് ഉണ്ട്, പിന്നെ ഉച്ചത്തേക്കുള്ള കറികളുണ്ടാകും. രാവിലത്തെ ആണെങ്കിൽ ദോശയായ സാമ്പാറുമായിരുന്നു. അപ്പോൾ അതേ സാമ്പാർ മിച്ചമുണ്ട് കേട്ടോ. അതാണെങ്കിൽ ഞാൻ എടുത്തൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിന് സാമ്പാറുണ്ട് ഒഴിച്ചു കറിയായിട്ട്. പിന്നെ ഇത് അവിയലിന് ഞാനാണെങ്കിൽ അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ഒതുക്കി ചേർക്കാനൊക്കെ ഉണ്ട്. പിന്നെ തോരൻ വെക്കാനായിട്ട് കോളിഫ്ലവറും ബ്രൊക്കോളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത് രണ്ടും കൂടെ ചെറുതായിട്ട് ഞാൻ ഒരു മെഴുക്ക് വരട്ടിയാണോ തോരനാണോ എന്ന് ഇപ്പോഴും തീരുമാനിച്ചില്ല കേട്ടോ. കാരണം അവിയലുണ്ടല്ലോ തേങ്ങയായിട്ടുള്ള, അതുകൊണ്ട്. പക്ഷെ എനിക്ക് കൂടുതലും തോരനൊക്കെ ഇഷ്ടം. മെഴുക്ക് വരട്ടി ആയാലും ഏതാണേലും അജേഷന് ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ സായിക്ക് ഞാൻ ഈ ബ്രൊക്കോളി കൊടുക്കുന്നതുകൊണ്ടാണ്. അവന് ഇങ്ങനെ വേവിച്ച് കൊടുക്കുന്ന അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ തോരനോ മെഴുക്ക് വരട്ടിയൊക്കെ ആണെങ്കിൽ ചോറിനകത്ത് ഇളക്കി കൊടുക്കുമ്പോൾ അവൻ കഴിച്ചോളൂ കേട്ടോ. പിന്നെ രാവിലെ കഴിച്ചതിൻ്റെ പാത്രങ്ങളും അവന് കൊടുത്തു വിട്ടതിൻ്റെ അജേഷന് കഴിക്കാൻ കൊടുത്തതിൻ്റെ ഒക്കെ പാത്രങ്ങൾ കഴുകാനുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് അവിയലിനുള്ള ഒതുക്കി വെക്കണം. ഞാനിത് കുറച്ച് കഷ്ണങ്ങളാട്ടോ എടുത്തിട്ടുള്ളൂ. കണ്ടോ, കുറച്ച് കഷ്ണങ്ങൾ. കാരണം 3 പേരല്ലേ ഉള്ളൂ, ഒത്തിരി സാധനമൊന്നും നമുക്ക് വേണ്ട. കാരണം ഒത്തിരി അവിയൽ വെച്ചാൽ ആരും കഴിക്കാനില്ലാതെ 2-3 ദിവസമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളില്ല. ഇന്നും നാളെയൊക്കെ ഞാൻ അവിയൽ കഴിക്കും കേട്ടോ. കാരണം കുറച്ചും കൂടി ഉണ്ടാവുമല്ലോ അത് എമൗണ്ട്. ഒത്തിരി ദിവസമായി കഴിഞ്ഞാൽ നമുക്ക് കൊള്ളില്ലല്ലോ, ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനൊക്കെ ആയിരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ പൊട്ടിക്കാനുണ്ട്. കണ്ടോ, തേങ്ങ ഞാൻ ഇങ്ങനെ മേടിക്കും കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് തേങ്ങ മേടിച്ചുകൊണ്ട് വന്നതിൽ ഇവിടെ തേങ്ങയ്ക്ക് ഭയങ്കര ചിലവാട്ടോ. അജേഷന് കഴിഞ്ഞ ദിവസം ഞാനിത് എടുത്തപ്പോൾ ചോദിച്ചു, നീ ഇത്രയും തേങ്ങ എന്തിനാ എടുക്കണേന്ന്. പക്ഷെ എന്താണോ, തേങ്ങയ്ക്ക് ഭയങ്കര ചിലവ് വരും. കാരണം നമ്മൾ എന്തെങ്കിലും ചാറുകറിയോ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഇടില്ലേ. ഇതിൻ്റെ ഇനി ഇവിടുത്തെ ഈ സൈഡില്ലേ, ഇതിനി കണ്ടിച്ചുകളയിലാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം വാഷ് ബേസിൻ്റെ അവിടെ വെച്ചൊന്നും കാണിക്കാൻ പറ്റില്ല. അല്ലാതെ എങ്ങനെയാലും എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ പൊട്ടിക്കുമ്പോൾ ഒക്കെ വീണ് കഴിഞ്ഞാൽ വാഷ് ബേസും ബ്ലോക്ക് ആവും. പിന്നെ ഇത് പൊളിച്ചെടുക്കലാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടൊരു പണിയായിട്ട് മേടിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എനിക്ക് ചെറുകി എടുക്കാനൊക്കെ ഓക്കെയാണ്. ഇതാണ് ഏറ്റവും പാട് എനിക്ക്. അവർ തരുമ്പോൾ ഇങ്ങനെയല്ലേ തരിക, കാരണം കേടായി പോകാതിരിക്കാനായിരിക്കും. ഇതിങ്ങനെ മാറ്റിയെടുക്കൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കണ്ടോ, തേങ്ങ പൊട്ടിക്കാനായിട്ട് മേടിച്ചു തന്നു ഉദ്ദേശിച്ചിട്ട് കത്തി. മുറിച്ച് നോക്കട്ടെ. എപ്പോഴും അതെ, എനിക്കിതൊരു ബുദ്ധിമുട്ടാണ്. ഈ തേങ്ങ ഇങ്ങനെ എന്താ പറയുക, ബോക്സ് മേടിക്കുന്നതിലും ഇങ്ങനെ എടുക്കാൻ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ജോലിക്ക് പോകുമ്പോഴും അല്ലാത്തപ്പോൾ ഒക്കെ എളുപ്പം ബോക്സ് തന്നെയാണ് കേട്ടോ. ബോക്സിൽ മേടിക്കാം. കാരണം അന്നേരം പിന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കണ്ട. കാരണം ബോക്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കാര്യം നടക്കും, അതാണ് എളുപ്പവും. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, സ്വന്തം ഇഷ്ടത്തിന് എടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ. എനിക്ക് ആ ഒരു അരയ്ക്കുമ്പോൾ ഒക്കെയാണ്, തേങ്ങ അരച്ചൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ അരച്ച് വെക്കുമ്പോൾ എന്നുള്ള ടേസ്റ്റ് വലിയ ഇഷ്ടമാണ്. എനിക്കങ്ങനെ തോന്നിയതാണോ എന്ന് അറിയില്ല കേട്ടോ. എന്താണേലും ഇതേ എടുത്തിട്ടുണ്ട്, റെഡിയാക്കി. ഇനി ഇതൊക്കെ വേസ്റ്റിലൊക്കെ ഒന്ന് ഞാൻ കളഞ്ഞിട്ട് വരട്ടെ. അങ്ങനെ ഇനിയിപ്പം തേങ്ങ പൊട്ടിക്കാൻ, തേങ്ങ പൊട്ടിച്ച് ഇവിടെ ഞാൻ എപ്പോഴും സായിക്കൂട്ടിന് കൊടുക്കാറുണ്ട് കേട്ടോ വെള്ളം. അവന് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഇവിടുത്തെ തേങ്ങയ്ക്കൊന്നും, ഈ നമ്മുടെ നാട്ടിൽ പൊട്ടിക്കുന്ന തേങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാവില്ല വെള്ളത്തിനൊക്കെ. ഇവിടുത്തേന് അങ്ങനെ വെള്ളത്തിന് ഒരു വലിയ മധുരമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. വലിയ മധുരമൊന്നുമില്ല, എന്തോ ഒരു വെള്ളച്ചുവ, അധികം മധുരമൊന്നുമില്ല കേട്ടോ. കണ്ടോ, ഇത് എത്ര കളഞ്ഞാലും ഇത് പിന്നെയുണ്ട്. ഇതിൻ്റെ പൊടിയൊക്കെ വാഷ് ബേസിന് വീണ് കഴിഞ്ഞാൽ പിന്നെ വാഷ് ബേസും ബ്ലോക്ക് ആവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെ ചിരകി എടുക്കണം നമുക്ക്.
അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ എന്താ പറയുക, നമ്മുടെ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും, ഇത് കണ്ടോ, ഇതിൻ്റെ ഇലയുടെ വലിപ്പം കണ്ടോ, എൻ്റെ കറിവേപ്പിനകത്തുള്ളതാണ്. അതിലെത്രയും ചെറുതായിപ്പോയി. കാരണം എന്താണെന്നറിയത്തില്ല, ഇത് വളരെ ശോഷിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ കറിവേപ്പ്. ഞാനാണെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്നറിയത്തില്ല. ഇനി ഇതിനകത്തൊരു സംഭവം കുറവുണ്ട്, വെളുത്തുള്ളി, അതും കൂടി ഇടണം. ഒരു ചെറിയ വെളുത്തുള്ളി മതി കേട്ടോ. ഞാനാണെങ്കിൽ ചെറുത് ഇടാറുള്ളൂ. എനിക്ക് ഒത്തിരി വെളുത്തുള്ളിയുടെ ചുവ വരുന്ന ഇഷ്ടമില്ല, ടേസ്റ്റ് ഒത്തിരി അതിൻ്റെ ആ ഒരു ഇത് വരുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും കേട്ടോ. പച്ചമുളക് ഞാൻ പിന്നെ ഒതുക്കാൻ എടുക്കുന്നില്ല. ഓൾറെഡി ഞാൻ ആ എന്താ പറയുക, വെജിറ്റബിൾസ് വേവിച്ച ടൈമിൽ ഞാനാണെങ്കിൽ പച്ചമുളകും കൂടി ഇട്ട് വേവിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒതുക്കിയെടുക്കാമേ. കുറച്ച് വെള്ളം ചേർത്തേക്കാം അല്ലേ, അല്ലെങ്കിൽ പാടായിരിക്കും. ഇതൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് ഞാൻ. ഒത്തിരി ഞാൻ അരയ്ക്കുന്ന പോലെ ആക്കില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കത്തേ ഉള്ളൂ, മതി. മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ വെജിറ്റബിൾസ് വേവിച്ചപ്പോൾ ഇട്ടായിരുന്നു കേട്ടോ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ ഒതുക്കിയതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് വേവിക്കുക. അധികം വേവിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം ഓൾറെഡി വേവിച്ച് ഇരിക്കുന്നതല്ലേ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം, കാരണം മെഴുക്കുവരട്ടി ഒക്കെ ഉണ്ടേ. അരിഞ്ഞെടുത്തേക്കാൻ വേഗം തന്നെ. രണ്ടും ഉണ്ട്, ബ്രൊക്കോളിയും കോളിഫ്ലവറും, പിന്നെ ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും കൂടി എടുക്കാനുള്ളൂ ഫ്രിഡ്ജിൽ നിന്ന്, വേറെ ഒന്നും വേണ്ട, കാരണം മെഴുക്കുവരട്ടിയല്ലേ. പിന്നെ മെഴുക്കുവരട്ടി ആകുമ്പോൾ ഇത് വേഗം ചെയ്തോളും. ചുമ്മാ കടുക് പൊട്ടിച്ചങ്ങ് വെച്ചാൽ മാത്രം മതി. അതും കൂടെ കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇനി എനിക്ക് ക്ലീനിങ് കിടക്കുകയാണ് കേട്ടോ. അത് പിന്നെ സായി വന്നിട്ടാണേലും പയ്യൊക്കെ ചെയ്യാൻ മതി. ഈ ബ്രൊക്കോളി പിന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ, വേഗം അരിഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ, വേഗം അരിഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ. പിന്നെ വേഗം അങ്ങ് അരിഞ്ഞേക്കാം. കയ്യേറിയൊന്നും ഇല്ലാതെ എനിക്ക് അരിയാൻ പറ്റും കേട്ടോ. നേരത്തേക്ക് എപ്പോഴും കയ്യേറി ഇട്ടിട്ടായിരുന്നു അരിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ആ കയ്യേറി അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം നമുക്കിപ്പോൾ ചില കത്തികളൊക്കെ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ആ ഒരു മൂർച്ച നമുക്ക് എത്രത്തോളം ഉണ്ടെന്നറിയാം. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2019 എനിക്ക് അജേഷന് മേടിച്ചെന്ന കത്തിയാണ് കേട്ടോ. ഇത് കൂടി 2 ഉണ്ടായിരുന്നു ഒരു പാക്കറ്റിൽ. പക്ഷെ അതിൽ ഒരെണ്ണം എൻ്റെ നിന്ന് കാണാതെ പോയി. എനിക്ക് തോന്നുന്നു ഞാൻ വേസ്റ്റിൻ്റെ കൂടെ എവിടെയോ കളഞ്ഞു എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഒരെണ്ണം ഇല്ല, ഇപ്പം ഈ ഒരെണ്ണം ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതിന് ശേഷം ഏകദേശം വേറെ മേടിച്ചുകൊണ്ട് വന്നതൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് കയ്യൊറി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എനിക്ക്, കാരണം ആ കത്തിയുടെ മൂർച്ച നമുക്കറിയാമല്ലോ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. അപ്പം വേഗം അരിയാൻ വേണ്ടിയിട്ട് പറ്റും. അവിയൽ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പം ജസ്റ്റ് ഇളക്കി കൊടുത്തേക്കാം. പിന്നെ കുറച്ച് യോഗട്ട് ഉണ്ടായിരുന്നു, അതും കൂടി ഇടുക. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സായിക്കുട്ടൻ എടുത്ത് തിന്നു. അവൻ യോഗട്ടിൻ്റെ ആളാണ്. അവൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ കഴിച്ചുകൊണ്ട് നടക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പണ്ട് സായിക്കുട്ടൻ കുഞ്ഞായിരുന്നപ്പോൾ ഐസ്ക്രീമാണെന്നും പറഞ്ഞ് അവനെ പറ്റിച്ചുകൊണ്ടിരുന്ന് ഇത് കൊടുത്തായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കോളിഫ്ലവറും കൂടെ ഞാൻ അരിയുന്നുണ്ട്, കുറച്ചുകൂടി ഇരിക്കട്ടെ. കടുകൊക്കെ പൊട്ടിയിട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മെഴുക്കുവരട്ടിക്കുള്ളതെല്ലാം കൂടി ഇട്ടേക്കാം. തീ കുറച്ച് വെച്ചേക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം വെന്ത് പോകും, ഒത്തിരി വേവില്ലല്ലോ ഇതിന്. ചെറിയ തീയിൽ ഇരുന്നാൽ മതി. ഞാൻ ഇതിൽ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തത്, പച്ചമുളക് ചേർത്തില്ല.
പിന്നെ ഇത് ഞാൻ അടച്ചു വെച്ച് വേവിക്കാറില്ല കേട്ടോ. ചിലപ്പോൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളം ഇറങ്ങിയ പോലെ തോന്നും. അപ്പോൾ ഞാനിങ്ങനെ തുറന്ന് വെച്ച് തന്നെ വേവിക്കും. ചെറു തീയിലാകുമ്പോൾ അവിടെ ഇരുന്നങ്ങ് വെന്തോളും. അത് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇനിയിപ്പോൾ ബാക്കി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അടുക്കളയിലെ പണി തീർന്നു. ഇപ്പം തന്നെ സമയമായി. സായിനെ കൊണ്ടുവരാൻ പോകാറായിട്ടുണ്ട്. വേഗം മെഴുക്കുവരട്ടി റെഡി ആകുമ്പോഴത്തേക്കും ഇവിടെ കൂടെ ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഹാളിലാണെങ്കിൽ ഷീറ്റൊക്കെ മാറ്റണം. പിന്നെ മാറ്റിയേക്കാം. ഇവിടെ എല്ലാം വലിച്ചെറിഞ്ഞിട്ടേക്കുവാണ് കേട്ടോ സായിക്കുട്ടൻ. എല്ലാം പുള്ളി നിലത്തേക്ക് എടുത്തെറിയും. പുള്ളിക്ക് അത് മേളിലിരിക്കണമെന്നും ഇഷ്ടമില്ല. അവൻ്റെ കാര്യം. ഇതൊക്കെ വിരിച്ചിട്ടാലും നമ്മുടെ സായിക്കുട്ടൻ തന്നെ ഇതെല്ലാം കളഞ്ഞു കേട്ടോ. അത് വേറെ കാര്യം. റിമോട്ട് സായിക്കുട്ടൻ കാണാതെ എടുത്ത് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ, ക്യാമറയുടെ മുകളിൽ. കാരണം സായി അതെടുത്ത് നിലത്തൊക്കെ ഇട്ടാൽ പോകില്ലേ, അതുകൊണ്ട്. നേരെയാക്കി ഇട്ടിട്ട് ഇനിയിപ്പം റെഡിയായി സായിക്കുട്ടനെ എടുക്കാൻ പോകണം.